പകലിൻ്റെ ആദ്യവും അന്ത്യവും എന്തെങ്കിലും ഖൈറൊന്ന് ചെയ്താൽ സോദരാരെങ്കിലും പൊറുക്കപ്പെടും, ഇടയിൽ ഭവിച്ചാൽ ദോഷവും. ത്വബറാനി റിപ്പോർട്ടുള്ളതാ തിരുവചനവും. പാപങ്ങൾ അവനിൽ വന്നതിടയിൽ നിന്നും എഴുതണ്ട എന്നാണ് ആജ്ഞ അംലാക്കിനും. തലവാല് രണ്ടും നീ പിടിച്ചാൽ പിന്നെ ഇടയും അതിൽ ഉൾപ്പെട്ടു പോയതു തന്നെ. ലൈലിൻ്റെ ഹുക്കുമും പകല് പോലാ പൊന്നെ, പകലാദ്യമന്ത്യം എന്നതെന്തിന് പിന്നെ? പകലാണ് ദോഷം കൂടുതൽ എന്നുള്ളതാ, അതുകൊണ്ട് മാത്രം പകലെടുത്ത് പറഞ്ഞതാ. ഇതുപോലെ തൻ്റെ മജാലിസിൽ കാണുന്നതാ 136 അതിൽ വിവരിച്ചതാ. അതിഥിക്ക് സൽക്കരിക്കുന്നതിനാരെങ്കിലും അറക്കുന്ന പക്ഷം സോദര എന്തെങ്കിലും നരകത്തിനെ തൊട്ടത് ഫിദാ ആണെന്ന് ഹാക്കിം റിവായത്താൽ ഹദീസിൽ വന്ന്. സന്ദർശനത്തിന് നിന്റെ അടുക്കൽ വന്ന്, എന്നാൽ അയാൾക്കൊരു സീറ്റു നൽകണമെന്ന് തിരുമുസ്തഫ പറയുന്നതായി ത്വബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൻസൽമാനി കവന്തുണി ഒരുത്തൻ നൽകി മയ്യിത്തിന് ധരിപ്പിക്കും അവൻ അല്ലാഹു സുന്ദുസിൽ നിന്ന്. ഇത് ദൈലമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. മിസ്ബാഹ് 2 നോക്ക് മീമിൽ വന്നതാ. ആദാബുകൾ പഠിപ്പിക്കണേ ഔലാദിനെ, എളിമത്തരം അതിനാൽ വരും ഹുസ്സാദിന് എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. നോക്കിത് ലുബാബ് ഹദീസ് അതിൽ കാണുന്നതാ. ശത്രുക്കളെ കാണാൻ കൊതിക്കരുതാറും, അതിനാൽ അഹന്ത ജനിച്ചിടാനും പോറും. വന്നാൽ വിടാതെ നിൽക്കണം ക്ഷമയോട് എന്നാണ് തിരുനബി ആജ്ഞയും നമ്മോട്. റൂഹുൽ ബയാനിൽ 3 ഹദീസ് 351 പറയുന്നത്. ദേഷ്യം പിടിച്ചാൽ ഓർക്കണം നീ എന്നെ, ദേഷ്യം വരുമ്പോൾ ഞാനും ഓർക്കും നിന്നെ. അപ്പോൾ നശിപ്പിക്കാതെ ഞാനും നിന്നെ സൂക്ഷിക്കുമെന്നാണ് ഇലാഹും പൊന്നെ. ശുക്റിന് തൗഫീഖാണ് റബ്ബേ വേണ്ടത്, അതിനാണ് വീണ്ടും തന്നെ ഞാൻ തേടുന്നത്. ഗുണവും നബിക്ക് നീ നൽകണം റഹ്മാനേ, ഔലാദിലും അസ്ഹാബിലും ദയ്യാനേ.